Hi everyone. Today our topic is methods of floating new issue. So in primary market there are kinds of issue or methods of floating. What are they? The important methods adopted to issue securities to raise long-term capital requirements are public issues, placement and bought out deals. And public issue is further classified into initial public offering and further public offering. അതായത് കമ്പനീസ് അവരുടെ ലോങ് ടേം റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയർസിലോ ഡിബഞ്ചേഴ്സിലോ എന്തോ ആയിക്കൊള്ളട്ടെ അവർ ഉപയോഗിക്കുന്ന മെത്തേഡ്സുകൾ പ്രധാനമായിട്ട് എന്താണ്? പബ്ലിക് ഇഷ്യൂയിലൂടെ അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ അല്ലെങ്കിൽ ബോട്ട് ഔട്ട് ഡീൽസിലൂടെ, ഇങ്ങനെ 3 രീതിയിലാണ് അവർ ചെയ്യുന്നത്. അതിൽ പബ്ലിക് ഇഷ്യൂസ് ചോദിക്കുമ്പോൾ 2 രീതിയിൽ, അല്ലെങ്കിൽ പബ്ലിക് ഇഷ്യൂസ് ക്ലാസിഫൈ ചെയ്യുമ്പോൾ 2 രീതിയിൽ പറയാം. ഒന്ന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്സ് അഥവാ ഓഫർ ഫോർ സെയിലാണ്. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്ലേസ്മെൻറ്റ് ഓഫ് ദ ഷെയർ ഡൺ ബൈ സെല്ലിംഗ് സെക്യൂരിറ്റി പ്രൈവറ്റ്ലി ടു ദ ഫ്രണ്ട് ഡീലേഴ്സ് അല്ലേ. ദെൻ പിന്നെയുള്ളത് ബോട്ട് ഔട്ട് ഡീൽസ് ആണ്. ബോട്ട് ഔട്ട് ഡീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയാം. അതൊരു സ്പോൺസറിലൂടെയോ അല്ലെങ്കിൽ ഒരു സിൻഡിക്കേറ്റിലൂടെയോ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ബോട്ട് ഔട്ട് ഡീൽസ് എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ആർ യൂസിങ് ഫോർ ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂസ്. സോ നമുക്ക് ആദ്യം തന്നെ നോക്കാം എന്താണ് പബ്ലിക് ഇഷ്യൂസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്തൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ആദ്യം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO എന്നാണ്. എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO? IPO is done when an unlisted company makes either a fresh issue of securities or an offer for sale of its existing securities or both for the first time to the public. അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കമ്പനി ലിസ്റ്റഡ് ഒന്നും ആയിട്ടില്ലല്ലോ, പുതിയ കമ്പനി അല്ലെങ്കിൽ പുതിയ ഷെയർസ് അല്ലേ അവർ ചെയ്യുന്നത്, അപ്പോൾ ടൈം എടുക്കുന്നുണ്ട്. സോ ഈ സെക്യൂരിറ്റി ഫ്രഷ് ഇഷ്യൂ സെക്യൂരിറ്റീസ് ആണ്. സോ ഇത് നമുക്ക് സെയിൽ നടത്തണം, പബ്ലിക് ഇത് വാങ്ങണം. സോ അവരെന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടൈമായിട്ട് പബ്ലിക്കിന് ഇത് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് എങ്ങനെയൊക്കെ ചെയ്യാം? പ്രോസ്പെക്റ്റസിലൂടെ നമുക്ക് സെയിൽ നടത്താം അല്ലേ. അപ്പോൾ പ്രോസ്പെക്റ്റസിലൂടെ സെയിൽ നടത്തുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? പബ്ലിക്കിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ സെക്യൂരിറ്റീസ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട്. സോ ദ മോസ്റ്റ് കോമൺ ഫോം ഓഫ് റേസിംഗ് ക്യാപിറ്റലാണ് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്റ്റസ്. സോ പ്രോസ്പെക്റ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് അല്ലേ, ടു സബ്സ്ക്രൈബ് ദ ഷെയർസ് ഓഫ് ദ കമ്പനി. അത് നമ്മൾ എന്ത് ചെയ്യും? ഇൻ ഫോം ഓഫ് എ നോട്ടീസോ സർക്കുലറിലോ അഡ്വർടൈസ്മെൻറ്റിലോ നമ്മൾ പബ്ലിക് അറ്റൻഷൻ, നമ്മൾ സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസോ ഡിബഞ്ചേഴ്സൊക്കെ വെച്ച് സ്പെസിഫൈഡ് പ്രൈസ് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്യുന്നു. സോ 2 കാര്യങ്ങൾ അതിൽ നടക്കുന്നു. ടു ഇൻഫോം അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് എ ന്യൂ കമ്പനി, ആ പുതിയ കമ്പനിയുടെ ഫോർമേഷനും അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇൻവിറ്റേഷനും നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അതാണ് പബ്ലിക് ഇഷ്യൂ ത്രൂ പ്രോസ്പെക്റ്റസ് പറയുന്നത്. ദെൻ ഇനീഷ്യൽ പബ്ലിക് ഓഫർ. സോ ഇതും പ്രൈമറി മാർക്കറ്റ് ഓഫ് ഷെയർസ് ആൻഡ് സ്റ്റോക്കിലെ ഒരു പബ്ലിക് ഇഷ്യൂവിനുള്ള ഒരു സ്കോപ്പാണ്. സോ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഓഫ് എ കമ്പനി ടു ദ പബ്ലിക്. അപ്പോൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സെയിൽ ഓഫ് സ്റ്റോക്ക് ബൈ പ്രൈവറ്റ് കമ്പനി ടു ദ പബ്ലിക്. സോ IPOs സാധാരണയായിട്ട് സ്മോളർ അല്ലെങ്കിൽ യങ്ങർ കമ്പനീസൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പാൻഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ലാർജ് പ്രൈവറ്റ്ലി ഓൺഡ് കമ്പനീസൊക്കെയാണ് പബ്ലിക് ട്രേഡഡ് ആവാൻ വേണ്ടിയിട്ട് IPO ഉപയോഗിക്കുന്നത്. സോ അതുപോലെ തന്നെ NFO. എന്താ NFO? NFO സ്റ്റാൻഡ്സ് ഫോർ ന്യൂ ഫണ്ട് ഓഫർ. സോ ഇറ്റ് ഈസ് ഇൻ ദ പ്രാക്ടീസ് ഇൻ ദ പ്രൈമറി മാർക്കറ്റ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് യൂണിറ്റ്സ് ഓഫ് എ മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ടു ദ ഇൻവെസ്റ്റേഴ്സ്. മ്യൂച്വൽ ഫണ്ട് സ്കീംസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? NFO എന്നും പറയുന്നത്. സോ ഇത്രയാണ് നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൽ ശ്രദ്ധിക്കേണ്ടത്. സോ നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഓഫർ ഫോർ സെയിൽ. എന്താ ഓഫർ ഫോർ സെയിൽ പറഞ്ഞു കഴിഞ്ഞാൽ? അണ്ടർ ദിസ് മെത്തേഡ് സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ഇൻ ബ്ലോക്ക് ടു ആൻ ഇഷ്യൂ ഹൗസ് ഓർ ഇൻ്റർമീഡിയറീസ് ലൈക്ക് ബ്രോക്കേഴ്സ് എ ലെറ്റർ ഓഫ് ഓഫർ
ഒരു ലെറ്റർ ഓഫ് ഓഫർ നമ്മൾ ഒരു ഇൻ്റർമീഡിയറീസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഏജൻസീസിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെയിൽ നടത്തുന്നു. സോ ദ ഇഷ്യൂ ഹൗസ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു നെഗോഷ്യബിൾ പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ഈ സെക്യൂരിറ്റീസ് സെയിൽ നടത്തുന്നത്. സോ ഇവർ പബ്ലിക്കലി സെക്യൂരിറ്റീസ് സെയിൽ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹയർ പ്രൈസിൽ ചെയ്യും. അവർ തന്നെ അഡ്വർടൈസ്മെൻറ്റും അവർ തന്നെ റീസെയിൽ ഓഫ് സെക്യൂരിറ്റീസ് എല്ലാം കൊടുക്കും. അതിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുത്താൽ മതി, കമ്പനീസ് കമ്മീഷനാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. സോ ആസ് പെർ ദിസ് മെത്തേഡ് ഷെയർസ് ആർ നോട്ട് ഡയറക്ട്ലി ഓഫേർഡ് ബട്ട് ഇൻഡയറക്ട്ലി ആയത് എന്തുകൊണ്ടാണ്, അവിടെ ഇൻ്റർമീഡിയറി ആയിട്ട് ഈ ഇഷ്യൂ ഹൗസ് വരുന്നു, അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് ഏജൻസീസ് നിൽക്കുന്നു, അല്ലെങ്കിൽ ബ്രോക്കറായിട്ട് അവർ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇൻഡയറക്ട്ലി സെയിൽസ് നടത്തുന്നത്, കമ്പനി നടത്തുന്നത് എന്ന് പറയുന്നത്. സോ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ത്രൂ ദ ഓഫർ ഫോർ സെയിൽ ഈസ് സോ മച്ച് നോട്ട് പോപ്പുലർ ഇൻ ഇന്ത്യ. ദിസ് മെത്തേഡ് ഈസ് ജനറലി യൂസ്ഡ് ഇൻ 2 കേസസ്. 2 കാര്യങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഒന്ന്, ഫോറിൻ കൊളാബറേഷൻസ് ഉണ്ടാവണം. 2, സ്പോൺസേഴ്സ് ഹു ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ എക്സ്ചേഞ്ച് ബൈ ഷെയർസ് ഇൻ 1 lot ആൻഡ് സോൾഡ് ടു ദ പബ്ലിക് ബൈ മീൻസ് ഓഫ് ബിഡിങ് ഓർ ഓഫറിങ് വരുമ്പോഴും നമുക്ക് ഇത് ഉപയോഗിക്കാം. സാധാരണയായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ഓഫർ ഫോർ സെയിൽ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറില്ല. ദെൻ നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർ ദിസ് മെത്തേഡ് ദ ഇഷ്യൂ ഓഫ് ദ ഹൗസ് Under this method, the issue of house or brokers may outrightly purchase the securities for their client, and the shares are sold to their own clients or given to others without giving any public notice. സോ ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് തന്നെ നമുക്കറിയാം, അതിൽ ആർക്കാണ് ഇത് കൊടുക്കുന്നത്, ഈ ഷെയർസ് നമ്മൾ പ്രൈവറ്റ്ലി നമ്മുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ കമ്പനി കോർപ്പറേറ്റുകളുടെ പ്രൈവറ്റായിട്ട് അവരുടെ അടുത്ത റിലേറ്റീവ്സിനോ അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ ഒക്കെ വിത്ത് ഓർ വിത്തൗട്ട് ഹെൽപ്പ് ഓഫ് ദ ഇൻ്റർമീഡിയറീസ് സെല്ലിംഗ് സെക്യൂരിറ്റീസ് നടത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സോ എ പ്രോസ്പെക്ടസ് ഓർ ലെറ്റർ ഓഫ് ഓഫർ ഈസ് നോട്ട് കമ്പൽസറി ഇൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് ഈസ് ഓൺലി നീഡഡ്. A company can effect an outright sale of the unissued share capital to financial institutions after negotiation under an investment agreement. So ഇത്തരത്തിലുള്ള ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നമുക്ക് ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ റേസ് ചെയ്യാനൊക്കെ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ദിസ് മെത്തേഡ് ഓഫ് ഇഷ്യൂ ഈസ് സ്യൂട്ടബിൾ. നമുക്ക് മാർക്കറ്റ് കണ്ടീഷൻ മോശമായ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മെത്തേഡ് മീൻസ് ഇഷ്യൂയിങ് ദ ന്യൂ ഇഷ്യൂസ് ഇൻ പ്രൈമറി മാർക്കറ്റ്. സോ അത് നമുക്ക് ഡിപ്രസ്ഡ് പീരീഡ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസിലൊക്കെയാണ് ഈ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സോ ദ ഇഷ്യൂസ് വിൽ നോട്ട് ഗെറ്റ് മച്ച് പബ്ലിക് റെസ്പോൺസ് ത്രൂ പ്രോസ്പെക്ടസിലൂടെ നമ്മൾ ഇൻവൈറ്റ് ചെയ്താലാണല്ലോ പബ്ലിക്കിൻ്റെ കൂടുതൽ റെസ്പോൺസ് കിട്ടുന്നത്. അതുകൊണ്ട് ഇതിന് അധികം നമ്മൾ അത്ര ഡിപ്രസ്ഡ് മാർക്കറ്റ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്ലൈ ചെയ്യുള്ളൂ. സോ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഈസ് അഡോപ്റ്റഡ് ഇൻ എ ലിമിറ്റഡ് വേ ഇൻ ഇന്ത്യ എന്ന് തന്നെ പറയാം. സോ ദ പ്രൊമോട്ടേഴ്സ് ഓഫ് ദ കമ്പനി സെൽ ഷെയർസ് ടു ഹിസ് റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ആൻഡ് വെൽവിഷേഴ്സ് ടു ഗെറ്റ് minimum subscription is called a private placement method. So private offering of a security to a small group of buyers, it is without the issue of a prospectus, and while a public can be advertised, the company cannot do that for an issue. It is less expensive and concentration of the securities വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രമേ എത്തുള്ളൂ. And for example, Apollo Tyres recently raised 325 crore through private placement of redeemable non-convertible debentures. അപ്പോളോ ടയേഴ്സ് കമ്പനി ഒരു 325 കോടി രൂപയുടെ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ അവർ സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദ നെക്സ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ നെക്സ്റ്റ് മെത്തേഡ് ഓഫ് ഫ്ലോട്ടിംഗ് ന്യൂ ഇഷ്യൂ ഈസ് റൈറ്റ് ഇഷ്യൂ. എന്താ റൈറ്റ് ഇഷ്യൂ പറഞ്ഞാൽ, എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനിയുടെ തന്നെ കോർപ്പറേറ്റുകളുടെ ആദ്യത്തെ ഷെയർ ഹോൾഡേഴ്സിൽ തന്നെ നമ്മൾ ഇഷ്യൂ നടത്തുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. സോ ആ കമ്പനിയുടെ തന്നെ പുതിയ പ്രൊജക്റ്റിൻ്റെ ഷെയർസ് അല്ലെങ്കിൽ പുതിയ ഒരു യൂണിറ്റിൻ്റെ ഷെയർസ് അവർ ആർക്ക് കൊടുക്കുന്നു, അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം പ്രിഫറൻസ് കൊടുക്കുന്നു. ആ ഒരു മെത്തേഡ് ഓഫ് റേസിംഗ് ഫണ്ട്സ് ഇൻ എ മാർക്കറ്റ് ബൈ ആൻ എക്സിസ്റ്റിംഗ് കമ്പനീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. So according to section 8(1) subsection 1 of the Companies Act, when the company wants to increase its share capital by issue of further shares
ആ ഷെയർസ് മസ്റ്റ് ബി ഇഷ്യൂഡ് ഫസ്റ്റ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്രൊപ്പോർഷൻ ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. സോ ദീസ് ഷെയർസ് ആർ കോൾഡ് റൈറ്റ് ഷെയർസ്. അത്തരത്തിലുള്ള ഷെയർസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഷെയർസ് എന്ന് വിളിക്കുന്നത്. സോ അപ്പോൾ റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ കമ്പനി അവരുടെ ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് അവരുടെ ആദ്യത്തെ ഷെയർ ഹോൾഡിംഗ് എത്രയുണ്ടോ ആ പ്രൊപ്പോർഷനിൽ ഈ ഷെയർസ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നതിനെയാണ്, ആ ഒരു തരം മെത്തേഡ് ഓഫ് ഇഷ്യൂയിങ് ന്യൂ ഷെയർസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് വിളിക്കുന്നത്. So when a company issues right shares, it may be intimated to the existing shareholders. ഇവർ സർക്കുലേഴ്സ് വഴി ഇവർ അറിയിക്കുന്നു. ആ സർക്കുലർ ഷുഡ് പ്രൊവൈഡ് ദ ഇൻഫർമേഷൻ how additional fund would be used and their effect on the earning capacity of the company. So if the shareholder neither subscribe the share nor transfer their right, the company can offer the shares to the public. So in case ആ existing shareholdersന് പുതിയ ഷെയർ വേണ്ട, അവർ പുതിയ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ദേ ക്യാൻ ഓഫർ ദ റൈറ്റ് ഷെയർസ് ടു ദ പബ്ലിക്. ആ ഒരു റൈറ്റ് ടു ഗെറ്റ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഈസ് അഡ്വാൻറ്റേജസ് വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഈസ് ഹയർ ദാൻ ദ ഇഷ്യൂ പ്രൈസ്. സോ എപ്പോഴാണ് ഈ ഒരു റൈറ്റ് ഇഷ്യൂ നമുക്ക് നല്ലതായിട്ട് വരുന്നത്? മാർക്കറ്റ് പ്രൈസ് ഷെയർ ഈസ് ഹയർ ദാൻ ദ ഇഷ്യൂ പ്രൈസ്. ഇഷ്യൂ പ്രൈസിനെക്കാട്ടി മാർക്കറ്റ് പ്രൈസ് ഹയർ ആകുമ്പോഴാണ് നമുക്ക് റൈറ്റ് ഇഷ്യൂ നല്ലതായിട്ട് വരുന്നത്. ബിക്കോസ് നമുക്ക് എന്താ, പുറത്തുനിന്ന് വാങ്ങണതിനെക്കാട്ടി നമുക്ക് കമ്പനിയിൽ നിന്ന്, കോർപ്പറേറ്റുകളിൽ നിന്ന് ബൈയിങ് പ്രൈസ് കുറവിന് നമുക്ക് കിട്ടുന്നു. അപ്പോൾ നമുക്കത് സെയിൽ നടത്തുമ്പോൾ നമുക്ക് ഇരട്ടി ലാഭം കിട്ടില്ലേ? സോ ദ മണി വാല്യൂ ഓഫ് സച്ച് ആൻ അഡ്വാൻറ്റേജസ് ഈസ് കോൾഡ് വാല്യൂ ഓഫ് റൈറ്റ്. സോ ആ റൈറ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു അവകാശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വാല്യൂ ഓഫ് റൈറ്റ് മെത്തേഡ്. ഇതും ഒരു മെത്തേഡ്. സോ നമ്മൾ എന്തൊക്കെ മെത്തേഡ്സുകൾ പഠിച്ചു? ഫസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പബ്ലിക് ഇഷ്യൂ ആണ്. അതിൽ തന്നെ പ്രധാനം ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് ത്രൂ പ്രോസ്പെക്ടസ് ആണ്. ദെൻ NFO പറഞ്ഞു. NFO ദാറ്റ് ഈസ് ഫോർ ന്യൂ ഫണ്ട് ഓഫറിംഗ് പറഞ്ഞു. ദെൻ ഓഫേഴ്സ് ഫോർ സെയിൽ പറഞ്ഞു. ഓഫേഴ്സ് ഫോർ സെയിൽ എന്താ പറഞ്ഞത്? സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് എങ്ങനെ? ത്രൂ ദ ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഇഷ്യൂ ഹൗസിനോട് കൂടെ ലെറ്റർ ഓഫ് ഓഫറിലൂടെ സെല്ലിംഗ് ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്നതിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞു. സോ ഇത് ഇന്ത്യയിൽ അധികം പ്രാധാന്യം ഇല്ല, നോട്ട് പോപ്പുലർ ഇൻ ഇന്ത്യ എന്ന് നമ്മൾ പറഞ്ഞു. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പഠിച്ചു. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മെത്തേഡ് എങ്ങനെയാണ്? ഇവിടെ റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോ വിത്ത് ഓർ വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ഇൻ്റർമീഡിയറീസ് നമ്മൾ എന്ത് കൊടുക്കുന്നു? നമ്മൾ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുന്നു. അതിനെയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് മെത്തേഡ് ഈസ് ബോണസ് ഇഷ്യൂ. എന്താണ് ബോണസ് ഇഷ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ? എ കമ്പനി likes to create reserves out of its profits. So when the accumulated reserves are more than its requirement, then company distribute the whole or a portion to the existing shareholders. അതിനെയാണല്ലോ നമ്മൾ ബോണസ് എന്ന് പറയുന്നത്. So bonus issue is not a source of financing, but it is additional cash reserves of the company. So it is a conversion of reserve into share capital. സോ ബോണസ് ഷെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതൊരു ഗിഫ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് ഷെയർ ആണ്. ആർക്ക്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനുള്ളത്. ഫുള്ളി പെയ്ഡ് ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന ഗിഫ്റ്റ് ഷെയർസിനെയാണ് നമ്മൾ ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ കമ്പനി എപ്പോഴാണ് ബോണസ് ഇഷ്യൂ ചെയ്യുന്നത്? അല്ലേ, പ്രോഫിറ്റിൽ അക്യുമുലേറ്റ് ചെയ്ത് റിസർവ് ഇത്രയും കൂടുതലാകുമ്പോൾ, അക്യുമുലേറ്റഡ് റിസർവ് ഈസ് മോർ ദാൻ ഇറ്റ് റിക്വയർമെൻ്റ് ആകുമ്പോഴാണ് കമ്പനി എന്ത് ചെയ്യുക? ഹോൾ ഓർ എ പാർഷൻ ഓഫ് ദ ബോണസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. സോ ഇവിടെ അതുപോലെ തന്നെ ബോണസ് ഷെയർസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയാണ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഹോൾഡിംഗ് ഫുള്ളി പെയ്ഡ് ഷെയർസ്. So by issuing bonus shares, the company capitalizes its accumulated profits or reserves without disturbing its cash position. സോ നെക്സ്റ്റ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കോർപ്പറേറ്റ് റെഗുലേഷൻസിൻ്റെ സമയത്തൊക്കെ. കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് അറിയാവുന്ന ഒരു മെത്തേഡാണിത്. സോ ഇത് ഇൻട്രൊഡ്യൂസ് ആദ്യമായി ചെയ്ത വർഷം 1985-ലാണ്. ഇറ്റ്സ് അനദർ മെത്തേഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഫ്രം ദ പ്രൈമറി മാർക്കറ്റ്. ഇവിടെ എന്താ ചെയ്യുന്നത്? ഇൻ ദിസ് മെത്തേഡ് ദ എംപ്ലോയീസ് ഓഫ് ദ പബ്ലിക് കമ്പനീസ് അലൗഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ഇക്വിറ്റി ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി. ദ പെർമനൻറ്റ് എംപ്ലോയീസ് ഓഫ് ദ കമ്പനിക്കാണ് ഈ ഒരു ഓപ്ഷൻ കിട്ടുന്നത് ഈ സ്കീമിൽ ജോയിൻ ചെയ്യാനായിട്ട്.
സോ ദ എംപ്ലോയി ക്യാൻ ജോയിൻ ദി സ്കീം. ഹീ ഈസ് റിക്വയർഡ് ടു പേ ആൻ ഇനീഷ്യൽ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഡെപ്പോസിറ്റ്, ഫിക്സഡ് ആനുവൽ കോൺട്രിബ്യൂഷൻ മാത്രം അടുപ്പിച്ചൊരു 4 വർഷം ചെയ്താൽ മതി. സോ ദ കമ്പനി അലൗസ് ദ ജോയിൻ ദ എംപ്ലോയി എ നോൺ ട്രാൻസ്ഫറബിൾ കൺവേർട്ടബിൾ ഡിബെഞ്ചേഴ്സ്. So the employee can convert that debentures into equity shares at a predetermined price on the expiry of the 5th year. ആ ഒരു 4 വർഷം ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റോട് കൂടിയും പിന്നെ എല്ലാ വർഷവും ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റും ആയിട്ട് ഒരു സക്സസീവ് 4 years ഇവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ എംപ്ലോയി ക്യാൻ കൺവേർട്ട് ദാറ്റ് ഡിബെഞ്ചേഴ്സ് ഇൻറ്റു ഇക്വിറ്റി ഷെയർസ്. ആ ഇക്വിറ്റി ഷെയർസ് അവർക്ക് കിട്ടിയ നോൺ ട്രാൻസ്ഫറബിൾ ആയിട്ടുള്ള കൺവേർട്ടിബിൾ ഡിബെഞ്ചേഴ്സിനെ ഇക്വിറ്റി ഷെയർസിലേക്ക് 5ാമത്തെ വർഷത്തിൽ ഒരു പ്രീഡിറ്റർമൈൻഡ് പ്രൈസിൽ നമുക്ക് മാറ്റാൻ പറ്റും. സോ ഇത് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി കനോട്ട് ട്രാൻസ്ഫർ ദാറ്റ് ഷെയർ ഫോർ എ പീരീഡ് ഓഫ് 3 years. ഒരു 3 വർഷത്തേക്ക് അവർക്കിത് മാറ്റാൻ പറ്റില്ല. കമ്പനീസ് ലൈക്ക് ഇൻഫോസിസ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻസ്, NIT ഒക്കെയാണ് ആദ്യമായിട്ട് ഈ ഒരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇറ്റ് ഈസ് അനദർ മെത്തേഡ് ഓഫ് റേസിങ് ക്യാപിറ്റൽ ഫ്രം ദ പ്രൈമറി മാർക്കറ്റ്. പ്രൈമറി മാർക്കറ്റിലാണ് ഈ ഒരു ഓപ്ഷൻ ഉള്ളത്. So in this method, the employees of a public company is allowed to participate in the equity capital of a company in a phased manner. Permanent employeesiനാണ് ഈ ഒരു ഓപ്ഷൻ കൊടുക്കുന്നത് to join these schemes. So what is ESOP? Company grants an option to its employees to acquire shares at a future date at a predetermined price. And this scheme is particularly useful in the case of the companies whose business activity on talent of the employees. പ്രത്യേകിച്ച് സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രീസിലൊക്കെ ടാലൻറ്റഡ് ബേസ് ചെയ്തിട്ടാണ് എംപ്ലോയീസിന് അവർക്ക് ബോണസും പേയ്മെൻറ്റും ഒക്കെ ഉണ്ടാകുന്നത്. സോ അങ്ങനെയുള്ള കമ്പനീസുകൾക്കാണ് ഇത് കൂടുതലായിട്ടും ഈ ഒരു എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ESOP കൂടുതലും ബെനിഫിറ്റബിൾ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനിന് നമുക്ക് എംപ്ലോയി ഷെയർ ഓണർഷിപ്പ് പ്ലാൻ എന്നും പർച്ചേസ് സ്കീം എന്നും വിളിക്കാൻ പറ്റും. സോ പ്രൊമോട്ടർ ഈസ് നോട്ട് എലിജിബിൾ ഫോർ ദിസ് ഓപ്ഷൻ. സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് അണ്ടർ ESOP ഷാൽ ബി ലിസ്റ്റഡ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. ആൻഡ് മെയിൻ പർപ്പസ് എന്താണ്? ടു റിട്ടെയിൻ, റിവാർഡ് ആൻഡ് മോട്ടിവേറ്റ് എംപ്ലോയീസ്. അപ്പോൾ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ നിലനിർത്താനും അവർക്ക് പര്യാപ്തമായിട്ടുള്ള റിവാർഡ് കൊടുക്കാനും അവർക്ക് മോട്ടിവേഷനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പ്രൈമറി മാർക്കറ്റിൽ നിലവിലുള്ളത്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ ESOP. Okay, clear.